ദേവേന്ദ്രൻ നഗറിൽ ഞാൻ നേരത്തെ പറഞ്ഞ മദ്യലഹരിയിൽ വിദ്യാർത്ഥി ഓടിച്ച കാർ ഒരു സുരക്ഷാ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. അയാളുടെ ജീവൻ പൊലിഞ്ഞു. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. SKN ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈദരാബാദിലെ ദേവേന്ദ്ര നഗറിൽ ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിലാണ് പുറത്തു വരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഈ കാർ ഓടിച്ചിട്ടുള്ള 20 വയസ്സുള്ള വിദ്യാർത്ഥി മനീഷ് ഗൗഡ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നിലവിൽ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ കാറിൽ ഈ മനീഷ് ഗൗഡയും അതോടൊപ്പം തന്നെ 5 സുഹൃത്തുക്കളുമാണ് ഉണ്ടായിരുന്നത്. അവർ മിനിഞ്ഞാന്ന് ഒരു നിശാ പാർട്ടിയിൽ പങ്കെടുത്ത് ഇന്നലെ രാവിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു അവർ ഈ മനീഷ് ഗൗഡ കാർ ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട് ഈ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഈ സുരക്ഷാ ജീവനക്കാരനെ ഈ കാറ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇടിച്ചു തെറിപ്പിച്ച് ഈ സുരക്ഷാ ജീവനക്കാരൻ അല്പം മാറിയാണ് തെറിച്ചു വീഴുന്നത്. തൽക്ഷണം തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിലവിൽ ഈ മനീഷ് ഗൗഡക്ക് ഒപ്പമുണ്ടായിരുന്ന 5 സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാൽ ഈ മനീഷ് ഗൗഡയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മദ്യലഹരിയിൽ തന്നെയാണ് ഈ വാഹനം ഓടിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, അരുൺ പൂപ്പറമ്പായി ബംഗളൂരു നഗരത്തിൽ കനത്ത മഴ പെയ്യുന്നു, പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? SKN ബംഗളൂരു നഗരത്തിൽ ഇപ്പോൾ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതിൽ വിവിധ ഇടങ്ങളിൽ ഈ നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് ശക്തമായ മഴ രാത്രിയൊക്കെ പെയ്തു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിയിലൊക്കെ കാണുന്നത് പോലെ ബംഗളൂരു നഗരത്തിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിക്പേട്ട മെട്രോ സ്റ്റേഷൻ, ഔട്ടർ റിംഗ് റോഡ്, ഹെബ്ബാൾ ഫ്ലൈ ഓവർ, മജസ്റ്റിക്, മല്ലേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോഡിൽ വലിയ തോതിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. അത്തരത്തിൽ അത് ഗതാഗതത്തിനുൾപ്പെടെ തടസ്സമാകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ശക്തമായിട്ടുള്ള മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നഗരത്തിൽ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ്. ഇപ്പോഴും ഇടവിട്ട് രാവിലെയും ശക്തമായ മഴ നഗരത്തിൽ തുടരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.